സാധാരണ എല്ലാ സൂപ്പർ ഹീറോ സിനിമകളിലും നമ്മൾ കാണുന്നത് സൂപ്പർ ഹീറോസ് അപകടത്തിൽപ്പെടുന്ന കുട്ടികളെയൊക്കെ രക്ഷിക്കുന്നതാണ്. എന്നാൽ ഈ കഥ ടോട്ടലി ഓപ്പോസിറ്റ് ആണ്. സൂപ്പർ ഹീറോസ് ആയ മാതാപിതാക്കൾ അപകടത്തിൽപ്പെട്ടപ്പോൾ അവരുടെ സ്വന്തം സൂപ്പർ പവേഴ്സ് ഉള്ള കുട്ടികൾ അവരെ രക്ഷിക്കാനായി പോകുന്ന ഒരു കിടിലൻ സൂപ്പർ ഹീറോ സിനിമയാണ് 2020 പുറത്തിറങ്ങിയ വി ക്യാൻ ബി ഹീറോസ്. കഥയുടെ തുടക്കത്തിൽ തന്നെ കാണുന്ന ഈ രണ്ട് സൂപ്പർ ഹീറോസ് ആണ്, ഒന്ന് ടെക്നോ, മറ്റേത് മിറാക്കിൾ ഗൈഡ്. അപ്പൊ ഇവര് രണ്ടുപേർക്കും ഭൂമിയിൽ എന്തോ അപകടം വരണേ പോകുന്നുണ്ട് എന്ന് മനസ്സിലായപ്പോൾ അത് നോക്കാനായി ഇവർ രണ്ടുപേരും ചെന്നു. അങ്ങനെ അവര് കണ്ടത് ഭൂമിയിലേക്ക് ഒരുപാട് ഏലിയൻസ് വരുന്നതാണ്. ആ ഏലിയൻസ് ഇവരെ രണ്ടുപേരും അറ്റാക്കും ചെയ്തു. ഇവിടെയാണ് വി ക്യാൻ ബി ഹീറോസ് എന്ന സിനിമ ആരംഭിക്കുന്നത്. സോ ഇതാണ് മിസ്സി. മിസ്സിയുടെ അച്ഛനാണ് മാർക്കസ് മൊറീനോ. ഹീറോയിക്സിന്റെ ടീം ലീഡർ ആണ് മാർക്കസ്, അതായത് എല്ലാ സൂപ്പർ ഹീറോസിന്റെയും ലീഡർ. അവര് രണ്ടുപേരും രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന സമയം കാണുന്നത് ഈ വാർത്തയാണ്, അതായത് മിറാക്കിൾ ഗൈയും ടെക്നോം അറ്റാക്ക് ചെയ്യപ്പെട്ടത്. അപ്പൊ അച്ഛനോട് ചോദിക്കാണ്, അച്ഛ എന്താ ഈ സംഭവിക്കുന്നേ? എന്നാലും എങ്ങനെയാണ് അവര് മിറാക്കിൾ ഗൈനൊക്കെ അറ്റാക്ക് ചെയ്തത്? മോളെ അതൊന്നും കണ്ട് മോള് പേടിക്കേണ്ട, അതൊക്കെ പ്രാക്ടീസിന്റെ ഭാഗം മാത്രമാണ്. എന്തൊക്കെ പറഞ്ഞാലും അച്ഛൻ തിരിച്ച് ടീമിൽ ജോയിൻ ചെയ്യാൻ പാടില്ല, അച്ഛൻ എനിക്ക് പ്രോമിസ് തന്നതാണ് എന്നും അച്ഛനോട് മിസ്സി പറയാണ്. സോ ഇവിടെ മാർക്കസ് മകളെ സ്കൂളിലാക്കിയിട്ട് തന്റെ ഓഫീസിലേക്ക് പോവുകയാണ്. അപ്പോൾ നിങ്ങൾ ഇവിടെ കാണുന്ന ഈ വലിയ ബിൽഡിംഗ് ആണ് ഹീറോയിക്സിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ്. കാറ് പാർക്ക് ചെയ്തിട്ട് ഒരു ട്രെയിൻ അഥവാ ഒരു ട്രാമിൽ കയറി വേണം ബിൽഡിംഗിലേക്ക് പോകാൻ. അതിൽ കയറാൻ ഓഫീസിൽ ജോലി ചെയ്യുന്ന എല്ലാവരുടെ കയ്യിലും ആക്സസ് കാർഡ്സ് ഉണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ പ്രിയങ്ക ചോപ്ര. യെസ്, പുള്ളിക്കാരിയും ഈ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. ഹീറോയിക്സ് പ്രോഗ്രാമിന്റെ ഡയറക്ടറാണ് പ്രിയങ്ക ചോപ്ര. പുള്ളിക്കാരിയുടെ കഥാപാത്രത്തിന്റെ പേര് മിസ് ഗ്രനേഡ എന്നാണ്. അപ്പോൾ മിസ് ഗ്രനേഡ എന്താണ് സംഭവിച്ചത് എന്ന് നോക്കുകയാണ്. അതേപോലെ ഈ ഏലിയൻസിനെ തിരിച്ച് അറ്റാക്ക് ചെയ്യാൻ വേണ്ടി കുറച്ച് സൂപ്പർ ഹീറോസിനെ സെലക്ടും ചെയ്യുകയാണ്. എന്നാൽ അപ്പോഴാണ് പുള്ളിക്കാരി അവര് ഒന്നും രണ്ടും ഏലിയൻസ് അല്ല, ഒരുപാട് പേരുണ്ട് എന്ന് കാണുന്നത്. അപ്പോൾ അവരെ തിരിച്ച് അറ്റാക്ക് ചെയ്യാൻ ഒന്നും രണ്ട് സൂപ്പർ ഹീറോസ് പോരാ, നമ്മുടെ എല്ലാ സൂപ്പർ ഹീറോസും സ്യൂട്ടപ്പ് ചെയ്യണം. എല്ലാവരും ഒന്നിച്ചു നിന്നാലേ അവരെ അറ്റാക്ക് ചെയ്യാൻ കഴിയത്തുള്ളൂ എന്നൊക്കെ മിസ് ഗ്രനേഡ പറയാണ്. അപ്പൊ മാർക്കസ് പറയാണ്, പക്ഷേ മാഡം എനിക്ക് സ്യൂട്ടപ്പ് ചെയ്യാൻ ആവത്തില്ല, ഞാൻ ഇനി ടീമിൽ റീജോയിൻ ചെയ്യത്തില്ല എന്ന് എന്റെ മകൾക്ക് ഞാൻ പ്രോമിസ് ചെയ്തതാണ്. മിസ്റ്റർ മാർക്കസ്, നമ്മുടെ ഭൂമി അപകടത്തിലാണ്, ഏത് നിമിഷവും ഏലിയൻസ് മുഴുവനായിട്ടും അറ്റാക്ക് ചെയ്യും. ആ സമയത്താണ് താങ്കൾ ഇങ്ങനെ പറയുന്നത്? ഒന്നില്ലെങ്കിലും താങ്കളല്ലേ സൂപ്പർ ഹീറോസിന്റെ ലീഡർ, താങ്കൾ വേണം എല്ലാവരുടെയും ലീഡറായിട്ട് മുന്നിൽ നിൽക്കാൻ. ഇത് എന്റെ അപേക്ഷയല്ല, എന്റെ ഓർഡർ ആണ് എന്നും മിസ് ഗ്രനേഡ മാർക്കസിനോട് പറയാണ്. യെസ് മാഡം എന്ന് പറഞ്ഞ് മാർക്കസ് സ്യൂട്ടപ്പ് ചെയ്യാനായി തന്റെ വാൾ എടുത്തു. ഒരുപാട് കാലമായി അദ്ദേഹം സ്യൂട്ടപ്പ് ചെയ്തിട്ട് തന്റെ മകൾക്ക് വേണ്ടി. സോ ഇവിടെ മിസ്സി സ്കൂളിലാണുള്ളത്. അപ്പൊ സ്കൂളിൽ നിന്ന് അവർ കളിക്കുന്ന സമയത്ത് ഒരു ബോൾ മരത്തിന്റെ മണ്ടയിൽ പോയി. അപ്പൊ അതെടുക്കാനായി ശ്രമിക്കുകയാണ് മിസ്സി. മിസ്സി, നിനക്ക് സൂപ്പർ പവേഴ്സ് ഒന്നുമില്ലേ? നീ സൂപ്പർ ഹീറോ മാർക്കസിന്റെ മകളല്ലേ, പിന്നെ എന്ത് നിനക്ക് മാത്രം സൂപ്പർ പവേഴ്സ് ഒന്നും ഇല്ലാതെ? മറ്റു സൂപ്പർ ഹീറോസിന്റെ മക്കൾക്കെല്ലാം സൂപ്പർ പവേഴ്സ് ഉണ്ടല്ലോ. അങ്ങനെ സങ്കടത്തോടെ തന്റെ കൂട്ടുകാരോട് മിസ്സി പറയാണ്, ഞാൻ മാർക്കസിന്റെ മകൾ തന്നെയാണ്, പക്ഷെ എന്താണ് എന്നറിയില്ല, എനിക്ക് മാത്രം ഒരു സൂപ്പർ പവേഴ്സും ഇല്ല. ആ സമയമാണ് ഹീറോയിക്സ് ഓഫീസിൽ നിന്ന് ഒരു കാർ നമ്മുടെ മിസ്സിയെ കൂട്ടിക്കൊണ്ടുപോകാനായി വന്നത്. അപ്പൊ ഹെഡ് ക്വാർട്ടേഴ്സിലേക്കാണ് അവര് മിസ്സിയെ കൂട്ടിക്കൊണ്ടുപോകുന്നത്. അപ്പൊ അവരോട് മിസ്സി ചോദിക്കാണ്, എന്താണ് പ്രശ്നം, എന്തിനാണ് ഇപ്പോൾ എന്നെ കൊണ്ടുപോകുന്നത് എന്നൊക്കെ. എന്നാൽ അവർ മിസ്സിയോട് ഒന്നും പറയുന്നില്ല. ആ സമയമാണ് മാർക്കസ് മകളെ വിളിച്ചത്. മിസ്സിയുടെ കയ്യിലുള്ള വാച്ച് കണ്ടോ, അതിലാണ് കോൾ വരുന്നത്. എന്നിട്ട് അച്ഛൻ പറയാണ്, മോളെ ചെറിയ പ്രശ്നമുണ്ട്, മോൾ അവരായിട്ട് സഹകരിക്കണമെന്ന്. അവർ പറയുന്നത് കേട്ട് നല്ല മോളാവണമെന്ന്. സോ ഇവിടെ മിസ് ഗ്രനഡ മിസ്സിയോട് പറയാണ്, ഏലിയൻസ് ഭൂമിയിൽ എത്തിയിട്ടുണ്ട്, അവർ ഏത് നിമിഷവും ഭൂമി അറ്റാക്ക് ചെയ്യും. അപ്പോൾ അവർ നിങ്ങളുടെ സൂപ്പർ ഹീറോസ് ആയ മാതാപിതാക്കളെ മാത്രമല്ല ടാർഗറ്റ് ചെയ്യുക, അവരുടെ മക്കളെ കൂടി അവർ ടാർഗറ്റ് ചെയ്ത് അറ്റാക്ക് ചെയ്യുന്നതാണ്. അതുകൊണ്ട് നിങ്ങളെ എല്ലാവരും നമ്മുടെ ഹെഡ് ക്വാർട്ടേഴ്സിൽ ഒരു സ്ഥലത്ത് സുരക്ഷിതമായി അടക്കുകയാണ്. അവിടെ നിങ്ങൾ സേഫ് ആണ്, ഏലിയൻസിന് നിങ്ങളെ അറ്റാക്ക് ചെയ്യാൻ കഴിയത്തില്ല. അപ്പോൾ ഇതാണ് ആ സൂപ്പർ ഹീറോസിന്റെ മക്കൾ, അവരുടെ കൂടെയാണ് നമ്മുടെ മിസ്സിയെ അടക്കുന്നത്. ഓക്കെ, നമ്മൾക്ക് ഇവരിൽ ഓരോരുത്തരും പരിചയപ്പെടാം. കാരണം എല്ലാവരും പ്രധാന കഥാപാത്രങ്ങൾ തന്നെയാണ്. എല്ലാവർക്കും വ്യത്യസ്ത സൂപ്പർ പവേഴ്സ് ആണ് ഉള്ളത്. അതായത് അവരുടെ മാതാപിതാക്കൾക്ക് എന്താണ് സൂപ്പർ പവർ ഉള്ളത്, അതേ സൂപ്പർ പവർ തന്നെ കുറച്ച് ഡിഫറെന്റ് ആയിട്ടൊക്കെയാണ് ഈ മക്കൾക്കും കിട്ടിയിട്ടുള്ളത്. സോ മിസ് ഗ്രനഡ ആ മക്കളോട് പറയാണ്, നിങ്ങൾ എല്ലാവരും നല്ല കുട്ടികളാണ്, നോക്ക് എന്ത് അച്ചടക്കത്തോടു കൂടിയാണ് നിങ്ങൾ ഇരിക്കുന്നത്. മക്കളെ എല്ലാവരും സേഫ് ആയിട്ട് വികൃതി ഒന്നും കളിക്കാതെ നല്ല കുട്ടികളായി ഇരിക്കണം എന്നും പറഞ്ഞ് മിസ് ഗ്രനഡ കഥ കടച്ചു പോവുകയാണ്. അപ്പൊ എല്ലാവരും അനങ്ങാതെ ഇരിക്കുന്നത് നിങ്ങൾ കണ്ടല്ലോ. എന്നാൽ മിസ് ഗ്രനഡ പോയതിനു ശേഷം ഒരുത്തന്റെ കഴുത്ത് നീണ്ടു പോകുന്നത് കാണാം. അവൻ കഥകിന്റെ അവിടെ പോയി മിസ് ഗ്രനഡ പോയോ എന്ന് കേട്ട് നോക്കുകയാണ്. എന്നിട്ട് പുള്ളിക്കാരി പോയി എന്ന് ഉറപ്പ് വരുത്തിയിട്ട് എല്ലാ കുട്ടികളോടും ഗായ്സ് മിസ് ഗ്രനഡ പോയി എന്ന് പറയാണ്. അതിനുശേഷം കാണുന്നത് എല്ലാവരും അവരുടെ സൂപ്പർ പവേഴ്സ് വെച്ച് വികൃതി കളിക്കുന്നതാണ്. കുറച്ചുപേര് പറക്കുന്നു, കുറച്ചുപേര് വളരെ വേഗത്തിൽ ഓടിച്ചാടുന്നു. അതേപോലെ ഒരു കൊച്ചു പെൺകുട്ടിയാണെങ്കിൽ വെള്ളം ഉപയോഗിച്ച് വസ്തുക്കൾ ഉണ്ടാക്കുന്നു. അതായത് ഒരു പേപ്പർ പ്ലെയിൻ പോലെയൊക്കെ വെള്ളം കൊണ്ട് പുള്ളിക്കാരി
ആക്കിയതായി കാണാം. ഒരു പെൺകുട്ടിയാണെങ്കിൽ ഒന്നും മിണ്ടാതെ അവിടെ ഇരുന്ന് തന്റെ ടാബിൽ വരക്കുന്നു. ഒരുത്തനാണെങ്കിൽ വീൽ ചെയർ പോലുള്ള ഒരു വീൽസിൽ വരുന്നത് കാണാം. അപ്പൊ ഇവന്മാർക്ക് എല്ലാവർക്കും അവരുടെ പേരുണ്ട്. അതായത് അവരുടെ സൂപ്പർ പവേഴ്സ് വെച്ചിട്ടുള്ള പേര് തന്നെ എല്ലാം ഞാൻ പറഞ്ഞു തരാം. ആദ്യം തന്നെ ഈ വീൽ ചെയറിൽ വന്നവന്റെ പേരാണ് വീൽസ്. ഇവന്റെ വീൽസിലാണെങ്കിൽ ഹൈ ടെക്നോളജിയാണ്. ഇവൻ ഭയങ്കര ബുദ്ധിയും ടെക്നോളജി പരമായിട്ട് നല്ല അറിവുമാണ്. ഈ വലിയ കഴുത്താക്കുന്നവനാണ് നൂഡിൽസ്. അവന് കഴുത്ത് മാത്രമല്ല അവന്റെ കൈകാലുകളും എല്ലാം അവന് നീട്ടാൻ പറ്റും. അങ്ങനെ നൂഡിൽസ് പോലെ വലിയുന്നവൻ ആയതുകൊണ്ട് തന്നെയാണ് അവന് നൂഡിൽസ് എന്ന് പേര് വന്നത്. ഈ അനങ്ങാതെ ഇരുന്ന് ടാബിൽ വരക്കുന്ന പെൺകുട്ടിയാണ് ഓജോ. പുള്ളിക്കാരി ഒരു അക്ഷരം പോലും മിണ്ടത്തില്ല. എല്ലാ സമയം ടാബിൽ വരച്ചുകൊണ്ടേ നിൽക്കും. അങ്ങനെ പുള്ളിക്കാരി വരച്ച ഫോട്ടോസ് നമ്മുടെ മിസ്സി നോക്കുകയാണ്. അതിൽ ഒരുത്തൻ കസാരയുടെ മുകളിൽ നിൽക്കുന്നത് കാണാം. ഒരുത്തൻ എക്സസൈസ് ബോൾ അടിച്ചു പൊട്ടിക്കുന്നത് കാണാം. അതേപോലെ മിസ്സി ക്ലാസ് മുറിയുടെ മുന്നിൽ നിന്ന് സംസാരിക്കുന്നതും ഓജോ വരച്ചിട്ടുണ്ട്. ഇത് ഞാനല്ലേ, ഇതൊക്കെ എപ്പോ വരച്ചു എന്നൊക്കെ മിസ്സി ചോദിച്ചപ്പോൾ അവളോട് ഒന്നും ചോദിക്കാൻ നിൽക്കേണ്ട കാര്യമില്ല, കാരണം അവൾ ഒന്നും മിണ്ടത്തില്ല. ഞങ്ങൾ ആരും ഇതുവരെ അവളുടെ ശബ്ദം കേട്ടിട്ട് പോലുമില്ല. ഓക്കെ, ഈ പെൺകുട്ടിയാണ് അക്കപ്പല്ല. അക്കപ്പല്ലയുടെ കഴിവ് എന്തെന്ന് വെച്ചാൽ പാട്ടുപാടലാണ്. സാധാരണ പാട്ടുപാടലൊന്നുമല്ല, പുള്ളിക്കാരിക്ക് പാട്ടുപാടി എല്ലാം കൺട്രോൾ ചെയ്യാൻ കഴിയും. അപ്പൊ ആദ്യം ലോ പിച്ചില് പാട്ടുപാടി, പിന്നീട് ഹൈ പിച്ചില് പാട്ടുപാടി, പിന്നീട് പുള്ളിക്കാരി പാട്ടുപാടുമ്പോൾ അവർ ഒന്നും കേട്ടിട്ടില്ല. അക്കപ്പല്ല, ഞങ്ങൾ ഒന്നും കേൾക്കുന്നില്ല. അപ്പൊ അക്കപ്പല്ല പറയാണ്, അത് നിങ്ങൾക്ക് കേൾക്കത്തില്ല, കാരണം മനുഷ്യർക്ക് അത് കേൾക്കാൻ കഴിയത്തില്ല. അത് മൃഗങ്ങൾക്ക് മാത്രമേ കേൾക്കാൻ കഴിയത്തുള്ളൂ. അപ്പോഴാണ് അവിടെ മിസ് ഗ്രനഡ ഒരു അനൗൺസ്മെന്റ് നടത്തിയത്. അതായത് അക്കപ്പല്ല പ്ലീസ്, നീ പാടരുത്. നിന്റെ പാട്ട് കേട്ട് ഇവിടെ ഹെഡ് ക്വാർട്ടേഴ്സിന്റെ വെളിയിൽ മൃഗങ്ങൾ കൂടി വന്നിട്ടാണുള്ളത്. സോ അതാണ് അക്കപ്പല്ല പറഞ്ഞത്, ആ ശബ്ദം മനുഷ്യർക്ക് കേൾക്കാൻ കഴിയത്തില്ല, മൃഗങ്ങൾക്ക് മാത്രമേ കേൾക്കാൻ കഴിയുകയുള്ളൂ എന്ന്. അതിനുശേഷം പാട്ടുപാടി വസ്തുക്കളൊക്കെ ചലിപ്പിക്കുകയാണ്. അങ്ങനെ കസാരയൊക്കെ പറക്കുന്നത് കാണാം. അതിന്റെ മുകളിൽ ഒരു പയ്യൻ കയറി നിൽക്കുന്നുമുണ്ട്. ഇവനാണ് സ്ലോമോ. ഇവൻ എന്ത് ചെയ്യുമ്പോഴും വളരെ സ്ലോ ആയിട്ട് മാത്രമേ ചെയ്യാൻ കഴിയത്തുള്ളൂ. എന്നാൽ അവന്റെ ശക്തി ഭയങ്കരമാണ്. ഇവനാണ് ഫേസ് മേക്കർ. ഇവന് മുഖം വെച്ച് എന്തും ചെയ്യാൻ കഴിയും. അതായത് ഇവന് ആരെ പോലെ വേണമെങ്കിലും മുഖം ആക്കാൻ പറ്റുന്നതാണ്. ഇവര് രണ്ടുപേരും ട്വിൻസ് ആണ്. ആൻഡ് ഇവരുടെ സൂപ്പർ പവർ എന്തെന്ന് വെച്ചാൽ ഇവർക്ക് കഴിഞ്ഞു പോയ കാര്യങ്ങൾ റീവൈൻഡ് ചെയ്യാൻ കഴിയും. ഇതാണ് ഗപ്പി. കൂട്ടത്തിൽ ഏറ്റവും ചെറുത് ഗപ്പിയാണ്. എന്നാൽ ഗപ്പി ആള് ഭയങ്കര പവർഫുൾ ആണ്. ഗപ്പിക്ക് വെള്ളം വെച്ച് പല വസ്തുക്കൾ ചെയ്യാൻ കഴിയും. ആൻഡ് പുള്ളിക്കാരി ലാവാ ഗേളിന്റെയും ഷാർക്ക് ബോയിന്റെയും മകളാണ്. ഓക്കെ, അതിനുശേഷം എല്ലാവരും മെസ്സിയോട് ചോദിക്കാണ്, എന്താണ് നിന്റെ സൂപ്പർ പവർ? നീ സൂപ്പർ ഹീറോസിന്റെ ലീഡറായ മാർക്കസ് മൊറീനയുടെ മകളല്ലേ, അപ്പൊ നിനക്ക് എന്തായാലും നല്ല സൂപ്പർ പവർ ഉണ്ടാവുമല്ലോ, പറ, ഞങ്ങൾ കേൾക്കട്ടെ. അപ്പൊ സങ്കടത്തോടെ ഒന്നും പറയാതെ, വാ നമുക്ക് TV കാണാം, ന്യൂസിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് നോക്കാം എന്ന് മെസ്സി പറയാണ്. സോ വാർത്ത നോക്കുകയാണെങ്കിൽ അത് നമ്മൾക്ക് കാണാൻ കഴിയുന്നത് ഈ എല്ലാ സൂപ്പർ ഹീറോസും, അതായത് ഈ കുട്ടികളുടെ മാതാപിതാക്കൾ എല്ലാവരും ഭൂമിയിൽ വന്ന് ഏലിയൻസിനെ അറ്റാക്ക് ചെയ്യാനായി പോവുകയാണ്. അവര് ടീമായിട്ടല്ല പോകുന്നത്, ഓരോരുത്തരായിട്ടാണ് പോകുന്നത്. എന്നാൽ അവരുടെ ഉദ്ദേശം ഭൂമിയെ രക്ഷിക്കുക എന്നത് മാത്രമാണ്. എന്നാൽ അവർ ഓരോരുത്തരായിട്ട് പോയത് കൊണ്ട് തന്നെ അവരെ ഓരോരുത്തരും ഏലിയൻസ് പിടികൂടുകയാണ്. അങ്ങനെ അവരുടെ മാതാപിതാക്കളെയൊക്കെ ഏലിയൻസ് പിടിക്കുന്നത് കണ്ടിട്ട് ഈ കുട്ടികൾ സങ്കടത്തോടെ കരയുകയാണ്. അവസാനം ബാക്കിയുള്ളത് നമ്മുടെ ലീഡർ മാർക്കസ് മാത്രമാണ്. മാർക്കസ് മകളുടെ വാച്ചിൽ കോൾ ചെയ്തിട്ട്, മോളെ സോറി, എനിക്ക് വേറെ വഴിയില്ലായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ പ്രോമിസ് ബ്രേക്ക് ചെയ്തത്, മോൾ എന്നോട് ക്ഷമിക്കണം. അത് കഴിഞ്ഞ ഉടനെ മാർക്കസിനും ഏലിയൻസ് പിടികൂടി. അങ്ങനെ എല്ലാ കുട്ടികളും പൊട്ടിക്കരയുകയാണ്. സോ ഇവിടെ പ്രസിഡന്റ് വാർത്തയിൽ പറയാണ്, ഈ ഏലിയൻസ് ഒഗിമ എന്ന ഗ്രഹത്തിൽ നിന്ന് വന്നവരാണ്. അവരുടെ ലക്ഷ്യം ആദ്യം ഭൂമിയിലെ സൂപ്പർ ഹീറോസിനെ എല്ലാവരും നശിപ്പിച്ചിട്ട് ഭൂമിയെ ഇല്ലാതെയാക്കാനാണ്. അതിനുശേഷം TVയിൽ മിസ് ഗ്രനഡ അവർക്ക് ഒരു അനൗൺസ്മെന്റ് കൊടുത്തു, മക്കളെ എല്ലാവരും സേഫ് ആയിട്ട് തന്നെ അവിടെ തന്നെ നിൽക്കണം, ഒരു കാരണവശാലും ആ മുറിയിൽ നിന്ന് പുറത്തേക്ക് പോകാൻ ശ്രമിക്കരുത്. അങ്ങനെ മിസ്സി പെട്ടെന്ന് പല കാര്യങ്ങൾ ആലോചിച്ചപ്പോൾ പുള്ളിക്കാരിക്ക് പല കാര്യങ്ങൾ കണക്റ്റഡ് ആയിട്ട് തോന്നി. അതായത് ഓജോ എന്ന വരക്കുന്ന പെൺകുട്ടി ഈ നടന്ന കാര്യങ്ങളൊക്കെ മുന്നേ തന്നെ ടാബിൽ വരച്ചിട്ടുണ്ട്. അങ്ങനെ ഓജോയുടെ ടാബ് മേടിച്ചിട്ട് അത് മുറിയിലെ എല്ലാവർക്കും മിസ്സി കാണിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് പറയാണ്, ഓജോ നമ്മളോട് ആരോടും അവളുടെ സൂപ്പർ പവർ എന്താണ് എന്ന് പറഞ്ഞിട്ടില്ല. അവൾ എപ്പോഴും വരച്ചുകൊണ്ട് നിൽക്കുന്നു നമ്മൾ കാണുന്നതല്ലേ, എന്നാൽ അവൾ വെറുതെ വരക്കുന്നതല്ല, അവൾ എന്താണ് നടക്കാനായി പോകുന്നത് എന്നാണ് വരക്കുന്നത്. ദാ ഇപ്പോൾ നടന്ന കാര്യങ്ങളൊക്കെ അവൾ 5 മിനിറ്റ് മുന്നേ വരച്ചതായി അവളുടെ ടാബിൽ കാണാം. അതിനിപ്പോ എന്താ എന്ന് മറ്റു കുട്ടികൾ ചോദിച്ചപ്പോൾ, ദാ നോക്ക്, അവൾ ഇപ്പോൾ വരച്ച ചിത്രം ഇതാണ്. അതായത് അവിടെയുള്ള വലിയ ഔട്ട് ഫാൻ വഴി ഒരു ഏലിയൻ അവരെ അറ്റാക്ക് ചെയ്യാനായി പ്രവേശിക്കുന്നത്. അങ്ങനെ അവർക്ക് മനസ്സിലായി അവർ ഇവിടെ സേഫ് അല്ല, ഉറപ്പായും ഏലിയൻ ഇവിടെ അവരെ പിടികൂടാനെ എത്തുമെന്ന്. സോ അവർക്ക് ഇനി ഈ ഹെഡ് ക്വാർട്ടേഴ്സിന്റെ വെളിയിലേക്ക് പോകണം, കാരണം ഇവിടെ അവര് സേഫ് അല്ല. എന്നാൽ വെളിയിലേക്ക് പോകണമെങ്കിൽ ആദ്യം അവർ ഈ ഓഫീസിലെ ആരെങ്കിലും ആക്സസ് കാർഡ് മോഷ്ടിക്കണം. അതിനെ അവര് തന്ത്രപൂർവ്വം 3 ഗാർഡ്സിനെ അവരുടെ മുറിയിലേക്ക് വരുത്തിച്ചു. എന്നിട്ട് അവരോട് ആദ്യം മര്യാദക്ക് ആക്സസ് കാർഡ് തരണേ പറഞ്ഞു. എന്നാൽ യാതൊരു കാരണവശാലും നിങ്ങൾക്ക് ഞങ്ങൾ ആക്സസ് കാർഡ് തരുന്നതുമല്ല, നിങ്ങളെ പുറത്തു പോകാൻ അനുവദിക്കുകയുമില്ല എന്ന് പറയാണ്. എന്നാൽ ഈ കുട്ടികൾ അവരുടെ സൂപ്പർ പവേഴ്സ് ഉപയോഗിച്ച് ബുദ്ധിപരമായി ഈ ഗാർഡ്സിന്റെ ആക്സസ് കാർഡ് എടുത്ത് മുറിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി.
അവര് പുറത്തു പോകുന്ന സമയത്ത് തന്നെ അവിടെ ഏലിയൻ പ്രവേശിച്ചിട്ടുമുണ്ട്. അവര് പുറത്തേക്ക് ഓടുന്നത് മിസ് ഗ്രനഡ കണ്ടപ്പോൾ മിസ് ഗ്രനഡ എല്ലാവരോടും ആ കുട്ടികളെ പിടികൂടനെ പറയുകയാണ്. എന്നാൽ അത്രയും ആൾക്കാർ അവരെ പിടികൂടാൻ വന്നിട്ടും അവര് വളരെ സിമ്പിൾ ആയിട്ട് അവരുടെ സൂപ്പർ പവേഴ്സ് ഒക്കെ യൂസ് ചെയ്ത് രക്ഷപ്പെട്ടു. ഇനി ഈ ട്രാമിൽ കയറി പുറത്തേക്ക് എത്തണം. അങ്ങനെ അവര് ആക്സസ് കാർഡൊക്കെ സ്വൈപ്പ് ചെയ്ത് ട്രാമിൽ കയറി പുറത്തേക്ക് പോകുമ്പോൾ ദാ അവിടെ പുറത്തും ഇവരെ പിടിക്കാനായി ആൾക്കാർ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഇനി രക്ഷപ്പെടാൻ ഒരു വഴി മാത്രമേ ഉള്ളൂ, അത് പറക്കലാണ്. അങ്ങനെ അക്കപ്പല എന്ന പാട്ട് പാടുന്ന പെൺകുട്ടി ചെയ്തത് എന്താന്ന് വെച്ചാല് പാട്ടുപാടി ആ ട്രാം പറത്തുകയാണ്. അങ്ങനെ അക്കപ്പല കുറെ സമയം പാട്ടുപാടി ഈ ട്രാം പറത്തി കൺട്രോൾ ചെയ്യുകയാണ്. എന്നാൽ മനുഷ്യനല്ലേ, പുള്ളിക്കാരുടെ എനർജി തീരാനായി, അതായത് ശ്വാസം കിട്ടാതെയായി. അങ്ങനെ അക്കപ്പല പാട്ട് പാടലെ നിർത്തി. നേരെ ട്രെയിൻ താഴെ ഒരു വീട്ടിലെ ഗാർഡനിൽ പോയിട്ട് ക്രാഷ് ആവുകയാണ്. അപ്പൊ ആ വീട്ടിൽ നിന്ന് ഒരു മുത്തശ്ശി പുറത്തേക്ക് വരികയാണ്. ആരാണ് എന്റെ ഗാർഡൻ നശിപ്പിച്ചത് എന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പോഴാണ് ആ മുത്തശ്ശി മിസ്സിയെ കാണുന്നത്. ഓ മിസ്സി, എന്റെ കൊച്ചുമോളെ. അങ്ങനെ ഈ കുട്ടികൾ എല്ലാവരും മുത്തശ്ശിയുടെ അടുത്തേക്ക് ഓടുകയാണ്. അപ്പൊ ഈ മുത്തശ്ശി ആരാണെന്ന് ചോദിച്ചാല് നമ്മുടെ മാർക്കസിന്റെ അമ്മയാണ്, അഥവാ നമ്മുടെ മിസ്സിയുടെ സ്വന്തം മുത്തശ്ശിയാണ്. അങ്ങനെ മുത്തശ്ശിയോട് നടന്ന കാര്യങ്ങളൊക്കെ ഈ കുട്ടികൾ പറയുകയാണ്. പിന്നെ ഇവിടെ ഹെഡ് ക്വാർട്ടേഴ്സിൽ നിന്ന് ഈ കുട്ടികൾ എവിടെയാണ് പോയത് എന്ന് അവർ കണ്ടുപിടിക്കാനേ നോക്കുകയാണ്. അങ്ങനെയാണ് അവർക്ക് മിസ്സിയുടെ കയ്യിലുള്ള കോളിംഗ് ബ്രേസ്ലെറ്റിനെ കുറിച്ച് അറിയുന്നത്. അത് ട്രാക്ക് ചെയ്താൽ അവർ എവിടെയാണുള്ളത് എന്ന ലൊക്കേഷൻ അവർക്ക് കണ്ടെത്താൻ കഴിയും. ഓക്കെ, ഇനി മുത്തശ്ശിയെ കുറിച്ച് പറയുകയാണെങ്കിൽ പുള്ളിക്കാരി മാർക്കസിന്റെ അമ്മ മാത്രമല്ല, സൂപ്പർ ഹീറോസിനെയൊക്കെ ട്രെയിൻ ചെയ്തത് ഈ മുത്തശ്ശിയാണ്. അതായത് ഹീറോയിക്സിലെ എല്ലാ സൂപ്പർ ഹീറോസിനെയും മുത്തശ്ശി തന്നെയാണ് ട്രെയിൻ ചെയ്തത്. അങ്ങനെ മുത്തശ്ശി ഈ കുട്ടികളോട് പറയാണ്, നിങ്ങളുടെ മാതാപിതാക്കൾ എല്ലാവരും പിടിയിലായിട്ടുള്ളത്. ഇനി അവരെ രക്ഷപ്പെടുത്തണമെങ്കിൽ ഇനി ആര് വിചാരിച്ചാലും നടക്കില്ല. അമേരിക്കൻ പ്രസിഡന്റിന് പോലും സാധിക്കില്ല. എന്നാൽ നിങ്ങളെ കൊണ്ട് സാധിക്കും. കാരണം അവരുടെ അതേ സൂപ്പർ പവേഴ്സ് നിങ്ങൾക്കുമുണ്ട്. അവരെ പരിശീലിപ്പിച്ചത് ഞാനാണ്. സോ എനിക്ക് നിങ്ങളെയും പരിശീലിപ്പിക്കാൻ കഴിയും. അതിനാൽ നിങ്ങൾ എല്ലാവരും ഒറ്റക്കെട്ടാവണം. എല്ലാവരും ഒരൊറ്റ ടീം ആവണം. നിങ്ങളുടെ ടീമിൽ തന്നെ ആർക്കും അപ്പുറവും ഇപ്പുറവും ശത്രുത ഉണ്ടാവാൻ പാടില്ല. കാരണം അങ്ങനെ ഉണ്ടായാൽ നിങ്ങൾക്ക് വിജയിക്കാൻ ആവത്തില്ല. സോ എല്ലാവരും ഒറ്റക്കെട്ടായി ഒറ്റ ടീം ആവണം. നിങ്ങളുടെ ടീമിൽ ഒരു ലീഡറും വേണം. അതിനായി നിങ്ങളുടെ ലീഡർ ആവാനായി, നിങ്ങളുടെ ക്യാപ്റ്റൻ ആവാനായി ഞാൻ തിരഞ്ഞെടുക്കുന്നത് മിസ്സിയാണ്. അപ്പൊ മിസ്സി പറയാണ്, പക്ഷെ മുത്തശ്ശി, എനിക്ക് അതിന് ഒരു സൂപ്പർ പവേഴ്സും ഇല്ല. എല്ലാവർക്കും സൂപ്പർ പവേഴ്സും ഉണ്ട്, എനിക്കില്ല. അതൊക്കെ മോളുടെ തോന്നൽ മാത്രമാണ്. മക്കൾ എല്ലാവരും വാ, നമുക്ക് അധിക സമയമില്ല. ഇന്ന് ഒരൊറ്റ ദിവസം മാത്രമേ ഉള്ളൂ. അപ്പൊ സമയം വൈകിക്കാതെ നമ്മൾക്ക് ഇപ്പോൾ തന്നെ ട്രെയിനിങ് ആരംഭിക്കാം. അങ്ങനെ അതിനുശേഷം മുത്തശ്ശി എല്ലാ കുട്ടികളെയും പരിശീലിപ്പിക്കുകയാണ്. അതായത് അവരുടെ സൂപ്പർ പവേഴ്സ് എങ്ങനെ കൃത്യമായി ഉപയോഗിക്കണം എന്നൊക്കെ ഈ കുട്ടികളെ പഠിപ്പിക്കുകയാണ്. കുട്ടികൾക്ക് പലർക്കും അവരുടെ സൂപ്പർ പവേഴ്സ് എന്തിനാണ് ഉപയോഗിക്കേണ്ടത് എന്ന് പോലും അറിയത്തില്ല. അതൊക്കെ മുത്തശ്ശി വ്യക്തമായി പറഞ്ഞുകൊടുത്ത് അവരൊക്കെ ട്രെയിൻ ചെയ്യിപ്പിച്ചു. അതേപോലെ മിസ്സി ആണെങ്കിൽ നല്ലൊരു ലീഡർ ആയിട്ട് അവർക്കൊക്കെ നിർദ്ദേശം കൊടുക്കുകയാണ്. ആൾക്ക് സൂപ്പർ പവേഴ്സ് ഇല്ലെങ്കിലും മിസ്സി നല്ലൊരു ലീഡർ തന്നെയാണ്. എല്ലാവർക്കും കറക്റ്റ് ആയിട്ടുള്ള പൊസിഷൻസും നിർദ്ദേശവും കൊടുക്കുന്നത് മിസ്സിയാണ്. സോ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ പിടിക്കപ്പെട്ട എല്ലാ സൂപ്പർ ഹീറോസിനെയും കാണാം. അവരോട് അമേരിക്കൻ പ്രസിഡന്റ് സംസാരിക്കുകയാണ്. എനിക്ക് ഏലിയൻസ് വളരെ കുറച്ച് സമയം മാത്രമേ നിങ്ങളോട് സംസാരിക്കാൻ അനുവദിച്ചിട്ടുള്ളൂ. ബൈ ദ വേ, ഞാൻ നിങ്ങളോട് പറയാൻ വന്നത്, നിങ്ങളുടെ മക്കൾ എല്ലാവരും ഹീറോയിക്സ് ഹെഡ് ക്വാർട്ടേഴ്സിൽ സുരക്ഷിതമായിരുന്നു. എന്നാൽ സാഡ് ന്യൂസ് എന്തെന്ന് വെച്ചാൽ അവർ എല്ലാവരും അവിടുന്ന് ചാടിപ്പോയി. സോ ഇവിടെ ഹെഡ് ക്വാർട്ടേഴ്സിൽ നിന്ന് അവർ മിസ്സിയുടെ കയ്യിലുള്ള വാച്ച് ട്രാക്ക് ചെയ്ത് ഈ കുട്ടികൾ എവിടെയാണ് പോയത് എന്ന ലൊക്കേഷൻ അവർ കണ്ടെത്തി. അങ്ങനെ അവർ ഇവരെ പിടിക്കാനായി വരുന്നുണ്ട് എന്ന് മനസ്സിലാക്കിയ മുത്തശ്ശി അവർക്ക് ഒരു വഴി കാണിച്ചു കൊടുക്കുകയാണ്. ഇത് ഇവിടെയുള്ള സീക്രട്ട് ടണലാണ്. ഈ ടണലിനെ കുറിച്ച് ആർക്കും അറിയത്തില്ല, എനിക്ക് മാത്രമേ അറിയൂ. മക്കൾ എല്ലാവരും ഈ ടണൽ വഴി രക്ഷപ്പെട്ടു എന്ന് മുത്തശ്ശി കുട്ടികളോട് പറയാണ്. അങ്ങനെ കുട്ടികൾ എല്ലാവരും മുത്തശ്ശിയോട് താങ്ക് യു ഒക്കെ പറഞ്ഞ് സങ്കടത്തോടെ മുത്തശ്ശി പിരിയുകയാണ്. എന്നിട്ട് അവർ ആ ടണൽ വഴി മുന്നോട്ടേക്ക് പോവുകയാണ്. പക്ഷെ അവര് ടണലിൽ പോയി കുറച്ച് നിമിഷങ്ങൾക്ക് ശേഷം അവിടെ ഏലിയൻസ് എത്തുകയാണ്. എന്നിട്ട് ഏലിയൻസ് നമ്മുടെ മുത്തശ്ശിയും പിടികൂടി. അങ്ങനെ അവര് ടണൽ വഴി പുറത്തിറങ്ങിയപ്പോൾ അവർ കാണുന്നത് ഏലിയൻസിന്റെ ഷിപ്പാണ്. എന്നാൽ അതിൽ ഏലിയൻസ് ഇല്ല. അങ്ങനെ ഈ കുട്ടികൾക്ക് ഒരു ഐഡിയ തോന്നി, അതായത് ഏലിയൻസിന്റെ ഷിപ്പ് എടുത്ത് അവരുടെ സ്ഥലത്തേക്ക് പോകാമെന്ന്. അങ്ങനെ അവിടുന്ന് അവർക്ക് അവരുടെ മാതാപിതാക്കളെ രക്ഷപ്പെടുത്താമല്ലോ. അങ്ങനെ എല്ലാ കുട്ടികളും ഈ ഏലിയൻ ഷിപ്പിൽ കയറി. അങ്ങനെ എല്ലാ കുട്ടികളും കയറിയതിനു ശേഷം അവര് ചോദിക്കാണ്, ഓക്കെ നമുക്ക് പോകാം, നമ്മൾ എല്ലാവരും ആയില്ലേ? എന്നാൽ ഒരാൾ മാത്രമായിട്ടില്ല. അതാരാണ്? നമ്മുടെ സ്ലോമോ. അവനാണെങ്കിൽ സ്ലോ മോഷനിൽ ദൂരെ നിന്ന് ഓടി വരികയാണ്. മാത്രമല്ല ഏലിയൻസ് അവരെ കാണുകയും ചെയ്തു. അങ്ങനെ അവര് പിടിക്കപ്പെടാനായിട്ടുണ്ട്. എന്നാൽ നൂഡിൽസ് ആണെങ്കിലും തന്റെ കൈ നീട്ടി വലിച്ച് ഈ സ്ലോമോനെ പിടിച്ച് ഷിപ്പിലേക്ക് കയറ്റി. എന്നിട്ട് കഥ കടച്ചു. ആ സമയം ഏലിയൻസ് പുറത്തുനിന്ന് ഷിപ്പ് അറ്റാക്ക് ചെയ്യാനായി നോക്കുന്നുണ്ട്. എന്നാൽ അവർ തന്ത്രപരമായി ഷിപ്പ് പറത്തുകയാണ്. അങ്ങനെ അവർ ഏലിയൻ ഷിപ്പിൽ ഏലിയൻസിന്റെ സ്ഥലത്തേക്ക് പോവുകയാണ്. സോ അവിടെ ഒരുപാട് ഷിപ്സ് കാണാം. അതേപോലെ ഇതാണെങ്കിലും വലിയ ഒരു സ്ഥലവുമാണ്. പക്ഷെ ഇവിടെ നിന്ന് എങ്ങനെയാണ് അവർ അവരുടെ മാതാപിതാക്കളെ കണ്ടുപിടിക്കുക? അപ്പോഴാണ് വീൽസ് പറയുന്നത്, നമ്മൾ എവിടെയാണുള്ളത് എന്ന് എത്ര പെട്ടെന്നാണ് ഹീറോയിക്സ് ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് കണ്ടുപിടിച്ചത്. അത് മിസ്സിയുടെ കയ്യിലുള്ള ഈ വാച്ച് ട്രാക്ക് ചെയ്തിട്ടാണ്. അപ്പോ ഈ വാച്ച് വെച്ച് നമുക്ക് മാർക്കസിന്റെ ലൊക്കേഷൻ ട്രാക്ക് ചെയ്തുകൂടെ? അങ്ങനെ അവർ എവിടെയാണുള്ളത് എന്ന ലൊക്കേഷൻ നമ്മൾക്ക് കണ്ടെത്തിക്കൂടെ? അങ്ങനെ ആ ലൊക്കേഷൻ ട്രാക്ക് ചെയ്ത് ആ വാച്ച് പറയുന്ന ലൊക്കേഷൻ
ലൊക്കേഷനിലേക്ക് അവർ പോവുകയാണ്. എന്നാൽ അവർ പോകുന്ന സമയത്ത് പെട്ടെന്നാണെങ്കിൽ തറയിൽ നിന്ന് എന്തൊക്കെയോ ശബ്ദം അവർ കേൾക്കുകയാണ്. അതായത് വലിയ ശബ്ദം. അപ്പൊ അത് എന്താണ് എന്ന് നോക്കുകയാണെങ്കിൽ താഴെ നിന്ന് ഏലിയൻസ് പൊട്ടി അവരെ അറ്റാക്ക് ചെയ്യാനായി വരുന്നതാണ്. അങ്ങനെ അവരെല്ലാവരും പെട്ടെന്ന് അവിടുന്ന് ഓടി രക്ഷപ്പെടുകയാണ്. അങ്ങനെ അവർ ഓടിയെത്തിയ സ്ഥലത്തു നിന്നാണെങ്കിൽ അവർ ഒരു വലിയ റോക്കറ്റ് ഷിപ്പ് പോലെയുള്ള സാധനം കാണുകയാണ്. ആൻഡ് അവിടെയാണെങ്കിൽ അമേരിക്കൻ പ്രസിഡന്റും ഉണ്ട്. ഇദ്ദേഹത്തിന് എന്താണ് ഇവിടെ കാര്യം? അങ്ങനെ അവർ സംസാരിക്കുന്നത് ഈ കുട്ടികൾ കേട്ടപ്പോൾ അവർക്ക് മനസ്സിലായി അവരുടെ മാതാപിതാക്കൾ അതിന്റെ അകത്തായിട്ടാണ് ഉള്ളത് എന്ന്. എന്നാൽ പെട്ടെന്ന് അവരുടെ പിന്നിൽ വന്നത് മിസ് ഗ്രനേഡയാണ്. മക്കളെ അടിപൊളി, നിങ്ങൾ ബുദ്ധിശാലികൾ തന്നെയാണ്, നിങ്ങൾ നിങ്ങളുടെ മാതാപിതാക്കളെ കണ്ടെത്തിയല്ലോ, ഗ്രേറ്റ് ജോബ്. എന്നാൽ ആ സമയം അവർ ഓജന്റെ ടാബ് നോക്കിയപ്പോൾ അവർക്ക് കാണാൻ കഴിഞ്ഞത് ഏലിയനെയാണ്. അതായത് മിസ് ഗ്രനേഡ ഏലിയൻ ആണെന്ന് അവർക്ക് മനസ്സിലായി. അതേപോലെ പ്രസിഡന്റും അവിടെ എത്തി. ആൻഡ് ട്വിസ്റ്റ് എന്ന് വെച്ചാൽ അങ്ങേരും ഏലിയൻ തന്നെയാണ്. ഇവരൊക്കെ ഇത്രയും കാലം സൂപ്പർ ഹീറോസിനെയും അവരുടെ സൂപ്പർ പവേഴ്സുള്ള മക്കളും ട്രാപ്പ് ആക്കാൻ വേണ്ടിയാണ് മനുഷ്യരെ പോലെ നിന്നത്. അങ്ങനെ മിസ് ഗ്രനേഡ ഈ കുട്ടികളെ എല്ലാവരെയും പിടികൂടി ഒരു റൂമിൽ അടക്കുകയാണ്. നിങ്ങൾക്ക് പുറത്തു പോകാൻ ആവത്തില്ല, ദാ ഈ താക്കോല് കൊണ്ട് ഞാൻ കതക് അടക്കുകയാണ്. അതേപോലെ ഗപ്പി കുടിക്കുന്ന വാട്ടർ ബോട്ടിലും അവർ കൊണ്ടുപോകുന്നുണ്ട്. അങ്ങനെ കതക് അടച്ച് അവർ പോയി. അങ്ങനെ അവരെല്ലാവരും ഇവിടുന്ന് എങ്ങനെയാണ് പുറത്ത് കടക്കുക എന്ന് ആലോചിച്ചിരിക്കുകയാണ്. സെയിം അവസ്ഥ തന്നെയാണ് ഇവിടെയും. അവരുടെ മാതാപിതാക്കളും രക്ഷപ്പെടാൻ പല വഴികൾ നോക്കി. എന്നാൽ ഒരു കാര്യവുമില്ല, എല്ലാം അടഞ്ഞിട്ടാണുള്ളത്. എന്നാൽ ആ സമയമാണ് അവിടെ ചാക്കൊക്കെ പോലെയുള്ള ഒരു സാധനം കൊണ്ട് മൂടിയ ഒരാൾ അവരുടെ മുറിയിലേക്ക് വന്നത്. അങ്ങനെ ഈ സൂപ്പർ ഹീറോസ് അതിനെ അറ്റാക്ക് ചെയ്യാനായി നോക്കുകയാണ്. എന്നാൽ എങ്ങനെയും അവർക്ക് സാധിക്കുന്നില്ല. ആ ചാക്ക് തിരിച്ച് അറ്റാക്ക് ചെയ്യുകയാണ്. ആൻഡ് അത് ആരാണ്? വേറെ ആരുമല്ല, നമ്മുടെ മുത്തശ്ശിയാണ്. മുത്തശ്ശി സൂപ്പർ ഹീറോസിനൊക്കെ വഴക്കു പറയുകയാണ്. അതായത് നിങ്ങൾ മണ്ടത്തരം ചെയ്തത് കൊണ്ടാണ് നിങ്ങൾ പിടിയിലായത്. നിങ്ങൾ ഒരുമിച്ച് നിന്ന് ടീം വർക്ക് ചെയ്യണമായിരുന്നു. നിങ്ങൾ എന്താ ചെയ്തേ? നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ ഇഷ്ടത്തിന് പെരുമാറി. അതുകൊണ്ട് മാത്രമാണ് നിങ്ങൾ പിടിയിലായത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏലിയൻസിനെ തിരിച്ച് അറ്റാക്ക് ചെയ്ത് ഭൂമിയെ രക്ഷിക്കാമായിരുന്നു. സോ ഇവിടെ കുട്ടികൾക്ക് മനസ്സിലായി ഈ പ്രസിഡന്റ് ഒക്കെ ഇലക്ഷൻ സിസ്റ്റം ഹാക്ക് ചെയ്താണ് പ്രസിഡന്റ് ആയത്, അവരെ ട്രാപ്പ് ചെയ്യാനായിട്ട്. അതേപോലെ പ്രസിഡന്റ് ശരിക്കുമുള്ള പേര് നീൽ അനാമി എന്നാണ്. അത് തിരിച്ചു വായിച്ചാൽ ഐ ആം ആൻ ഏലിയൻ എന്നാണ്. സോ ഈ കുട്ടികൾ ബുദ്ധിശാലികളാണ് എന്ന് നമ്മൾ പറഞ്ഞു. അവർക്ക് ഇവിടുന്ന് പുറത്തു പോകാൻ ഒരു ഐഡിയ കിട്ടി. അതായത് നമ്മുടെ മിസ്സിക്കാണ് ഈ ഒരു ഐഡിയ കിട്ടിയത്. കേൾക്കുമ്പോൾ കോമഡി ആയിട്ട് തോന്നും, എന്നാലും ആ ഐഡിയ വെച്ചാണ് അവർ ഇവിടുന്ന് പുറത്ത് കടന്നത്. അപ്പൊ എന്താ സംഭവം എന്ന് വെച്ചാൽ ഈ കുട്ടികൾ എല്ലാവരും ഇങ്ങനെ അവിടെ ഇരുന്ന് സങ്കടം പറയാനായി തുടങ്ങി. അവരെ മാതാപിതാക്കളെ കുറിച്ചും ഏലിയൻസിൽ നിന്ന് അവർക്ക് ഒരിക്കലും രക്ഷപ്പെടാൻ കഴിയത്തില്ല എന്നും ഭൂമി അവര് നശിപ്പിക്കുമെന്നും. സോ അങ്ങനെയൊക്കെ പറഞ്ഞ് ഈ കുട്ടികൾ എല്ലാവരും കരയാനായി തുടങ്ങി. കരയുന്ന സമയത്ത് അവർ അവരുടെ കണ്ണീര് ശേഖരിക്കുന്നതും കാണാം. അപ്പൊ എന്താ സംഭവം എന്ന് വെച്ചാൽ നമ്മൾക്കറിയാം ഗപ്പി എന്ന ഈ പെൺകുട്ടിക്ക് വെള്ളം വെച്ച് പല വസ്തുക്കൾ ഉണ്ടാക്കാൻ കഴിയുമെന്ന്. എന്നാൽ പുള്ളിക്കാരുടെ വാട്ടർ ബോട്ടിൽ ഏലിയനായ മിസ് ഗ്രനഡ എടുത്തു വെച്ചു. സോ ആ കതകിന്റെ താക്കോൽ ഉണ്ടാക്കാനായിട്ടാണ് ഈ കുട്ടികൾ എല്ലാവരും സങ്കടം പറഞ്ഞ് കരഞ്ഞത്. അങ്ങനെ കണ്ണീരെല്ലാവരും ശേഖരിച്ച് അത് ഗപ്പിക്ക് കൊടുത്തു. ഗപ്പി ആണെങ്കിൽ ആ കണ്ണീര് വെച്ച് ആ കതകിന്റെ താക്കോൽ ഉണ്ടാക്കി. അങ്ങനെ അവരവിടുന്ന് രക്ഷപ്പെടുകയാണ്. പിന്നെ ഇവിടെ മാതാപിതാക്കള് കുറെ വയർസ് ഒക്കെ കണ്ടുപിടിച്ച് അവരുടെ TV കണക്ട് ചെയ്യുകയാണ്. അങ്ങനെ അവരുടെ ക്യാമറാസ് ഒക്കെ ഈ സൂപ്പർ ഹീറോസിന് കാണാൻ സാധിച്ചു. അങ്ങനെ അവരുടെ മക്കളെ അവർ കണ്ടു. അവരുടെ മക്കൾ അവരെ രക്ഷിക്കാനായി ഇവിടെ എത്തിയിട്ടുണ്ട് എന്ന് അവർക്ക് മനസ്സിലായി. എന്നാൽ ഇവിടെ കുട്ടികളെ പിടിക്കാനായി ഒരുപാട് ഗാർഡ്സ് വരികയാണ്. എന്നാൽ അവർ ഒറ്റക്കെട്ടായി അവരെ തിരിച്ച് അറ്റാക്ക് ചെയ്തു. സോ അവരുടെ മക്കൾ ബുദ്ധിപരമായിട്ട് ശത്രുക്കളെ അടിച്ചിടുന്നതൊക്കെ കണ്ട് ഈ സൂപ്പർ ഹീറോസിന് ശരിക്കും പ്രൗഡ് മൊമെന്റ് ആയി. കാരണം അവർക്ക് ഇത്രയും കാലമായിട്ട് അറിയത്തില്ല അവരുടെ മക്കൾ ഇത്രയും ബുദ്ധിശാലികളാണ് എന്ന്. പക്ഷെ വീണ്ടും ഒരു ട്വിസ്റ്റ് നടന്നു. അതായത് അവർ ഈ ഗാർഡ്സിനൊക്കെ അടിച്ചിട്ടു, എന്നാൽ അവരാരും മനുഷ്യരല്ല, അവരൊക്കെ ഏലിയൻസ് ആണ്. അങ്ങനെ അവര് വലിയ ഏലിയൻസ് ആയിട്ട് അവരെ വിലങ്ങിലിട്ടു. അതേപോലെ ഒരു പയ്യനെ നമ്മുടെ മിസ് ഗ്രനഡ പിടികൂടി. പക്ഷെ ഈ കുട്ടികൾ ചെയ്തത് എന്താണെന്നറിയോ? അവരെ വിലങ്ങിലിട്ടപ്പോൾ ആ ട്വിൻസിലെ അവര് സമയം റീവൈൻഡ് ചെയ്തു. അങ്ങനെ അവര് വിലങ്ങിൽ നിന്ന് പുറത്തു വന്നു. അതേപോലെ ആ വിലങ്ങ് അവർക്ക് തന്നെ തിരിച്ചിട്ട് കുട്ടികളെ രക്ഷപ്പെട്ടു. പക്ഷെ ഇവിടെ ഒരൊറ്റ കുട്ടി പിടിയിലായിട്ടുണ്ട്. അവരോട് മിസ് ഗ്രനഡ എന്താണ് മറ്റു കുട്ടികളുടെ പ്ലാൻസ് എന്ന് ചോദിക്കുകയാണ്. എന്നാൽ ഇവനാണെങ്കിൽ അതൊന്നും പറയാൻ തയ്യാറല്ല. എന്ത് ചെയ്താലും ഞാൻ അത് പറയത്തില്ല. സോ ഇവിടെ കുട്ടികൾ അവരുടെ മാതാപിതാക്കളെ പൂട്ടിയിട്ട് ആ റോക്കറ്റിലേക്ക് എത്തി. എന്നാൽ അത് എങ്ങനെയും അവർക്ക് തുറക്കാൻ കഴിയുന്നില്ല. കാരണം അതിന് ചുറ്റും ഷീൽഡ് ഉണ്ട്. ഈ സമയമാണ് അവർ മറ്റൊരു സത്യം കൂടി മനസ്സിലാക്കിയത്. അതായത് ആ ടാബിൽ എപ്പോഴും കുത്തി വരക്കുന്ന ആ ഓജോ എന്ന പേരുള്ള പെൺകുട്ടിയല്ലേ, ആ പെൺകുട്ടി സംസാരിക്കുകയാണ്. ആദ്യമായിട്ടാണ് അവർ ഓജോ സംസാരിക്കുന്നത് കേൾക്കുന്നത്. എന്ത്, നിനക്ക് സംസാരിക്കാനൊക്കെ അറിയാമോ? അതെ, എനിക്ക് സംസാരിക്കാൻ അറിയാം. അതേപോലെ പുള്ളിക്കാരിയും മനുഷ്യനല്ല, ഓജോ ആക്ച്വലി ഏലിയൻ ആണ്. അങ്ങനെ ഓജോ പിന്നെ ചെയ്തതെന്ന് വെച്ചാൽ തന്റെ ടാബിൽ ഒരുപാട് ഏലിയൻസിനെ വരച്ച് അവരെ അറ്റാക്ക് ചെയ്യാനായിട്ട് അയക്കുകയാണ്. എന്നാൽ കുട്ടികൾ വീണ്ടും ഓജോ വരച്ച ഏലിയൻസിനൊക്കെ തിരിച്ച് അറ്റാക്ക് ചെയ്തു. അതേപോലെ ഇവിടെ മിസ് ഗ്രനാഡയും പുള്ളിക്കാരുടെ ഗാർഡ്സിനും ഈ പയ്യൻ ഫ്രീസ് ചെയ്യുകയാണ്. അവരെ എല്ലാവരും ഐസ് ആക്കിയിട്ട് ആ പയ്യൻ അവിടുന്ന് രക്ഷപ്പെട്ടു. ഇവിടെയാണെങ്കിൽ കുട്ടികൾ അവരുടെ എല്ലാവരുടെയും സൂപ്പർ പവേഴ്സ് വെച്ച് ഏലിയൻസിനെ അറ്റാക്ക് ചെയ്ത് അവരെയൊക്കെ പരാജയപ്പെടുത്തുകയാണ്. അതേപോലെ ക്ലൈമാക്സിൽ അവർ അവരുടെ മാതാപിതാക്കളെ അടച്ചുപൂട്ടി ആ റോക്കറ്റ് ഷിപ്പ് തുറന്നു കൊടുത്തു. അവർ എല്ലാവരും ഫ്രീ
ആയി. അതായത് ഈ കുട്ടികൾ അവരുടെ മാതാപിതാക്കളെയൊക്കെ രക്ഷപ്പെടുത്തി. എന്നാൽ ഇവിടെ തീർന്നിട്ടില്ല, വീണ്ടും ഒരു ട്വിസ്റ്റ് കൂടിയുണ്ട്. ഇവിടെ പ്രസിഡന്റും മിസ് ഗ്രനേഡയും അങ്ങനെ എല്ലാവരും അവിടെ എത്തുകയാണ്. ഇവരൊക്കെ ആക്ച്വലി ഏലിയൻസ് ആണെങ്കിലും ഇവര് വില്ലന്മാരൊന്നുമല്ല, ഇവര് ജസ്റ്റ് കുട്ടികളെ ടെസ്റ്റ് ചെയ്തതാണ്. ഇനി ഭൂമിയെ രക്ഷിക്കേണ്ടത് ഇവരാണ്. ഇനി ഇങ്ങനെ ഒരു സാഹചര്യം ശരിക്കും വന്നാൽ കുട്ടികളായിരിക്കണം സൂപ്പർ ഹീറോസ്, അവരായിരിക്കണം ഭൂമിയെ രക്ഷിക്കേണ്ടത്. പിന്നെ ഏലിയൻ ടീമിന്റെ ലീഡർ നമ്മുടെ ഓജോ എന്ന പെൺകുട്ടിയാണ് കേട്ടോ. അങ്ങനെ മാതാപിതാക്കളെ തിരിച്ചു കിട്ടിയ കുട്ടികൾ എല്ലാവരും സന്തോഷത്തോടെ അവരെ ഓടിപ്പോയി കെട്ടിപ്പിടിക്കുകയാണ്. ഇതൊക്കെ കണ്ട് ഏലിയൻസും സന്തോഷത്തോടെ കൈയടിക്കുകയാണ്. അങ്ങനെ കഥയുടെ അവസാനം നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ കൊച്ചു കുട്ടികൾ സ്യൂട്ടപ്പ് ചെയ്ത് ഭൂമിയുടെ സൂപ്പർ ഹീറോസ് ആയിട്ട് ഹീറോയിക്സിൽ ജോയിൻ ചെയ്തു. എവിടെയാണ് വി ക്യാൻ ബി ഹീറോസ് എന്ന സിനിമ അവസാനിക്കുന്നത്? ഗൈസ്, സൂപ്പർ പവറുള്ള ഷൂസ് ലഭിച്ച പയ്യന്റെ കഥ കേൾക്കാൻ ഈ വീഡിയോ ക്ലിക്ക് ചെയ്താൽ മതി. അപ്പൊ ശരി മച്ചാന്മാരെ, ബൈ ബൈ.